ഭാഷയുടെ എല്ലാ ഹതുക്കൾക്കുമപ്പുറം ഭാഷയ്ക്കകത്തേക്കുള്ള അതിജീവനത്തിൻ്റെ അക്ഷരരാഗമായാണ് മാധവിക്കുട്ടി അറിയപ്പെട്ടിരുന്നത്. കമലാ സുരയ്യ എന്ന സുന്ദരനാമത്താൽ അറിയപ്പെട്ടിരുന്ന മാധവിക്കുട്ടി മലയാളം സാഹിത്യത്തിൽ മാത്രം ആശ്രയിക്കാതെ ഇംഗ്ലീഷിലൂടെയും തൻ്റെ ആത്മാവിൻ്റെ നിലവിളി ആഴത്തിലുള്ള എഴുത്തിലൂടെ ലോകവുമായി പങ്കിട്ടു. 1934 മാർച്ച് മാസം 13 തൃശ്ശൂരിലായിരുന്നു മാധവിക്കുട്ടിയുടെ ജനനം. VP മേനോനും നാലാപ്പാട്ട് ബാലാമണി അമ്മയുടെയും മകളായാണ് കമലാദാസ് എന്ന കമലാ സുരയ്യ ജനിക്കുന്നത്. കഥകൾ, നോവലുകൾ, ആത്മകഥകൾ, കുറിപ്പുകൾ, ലേഖനങ്ങൾ, കവിതകൾ എന്നിവയിലെല്ലാം വ്യാപിച്ചൊരു സർഗപ്രതിഭയായിരുന്നു മാധവിക്കുട്ടി. 1941 ഓഗസ്റ്റ് 11 ഏതാണ്ട് 10 വയസ്സുള്ളപ്പോഴാണ് കമല തൻ്റെ ആദ്യത്തെ കഥയായ അവളുടെ വിധി എഴുതി പ്രസിദ്ധീകരിച്ചത്. 1947 ജൂൺ മാസം 22 മാധവിക്കുട്ടിയുടെ ആദ്യത്തെ ലെസ്ബിയൻ കഥയായ സ്ത്രീ എന്ന പേരിൽ മാതൃഭൂമിയിൽ അച്ചടിച്ചു വരുന്നത്. 1950 പുഴ വീണ്ടും ഒഴുകി എന്ന ചെറുകഥ എഴുതിയതു മുതൽ തൂലികാനാമമായി മാധവിക്കുട്ടി എന്ന പേര് സ്വീകരിച്ചു. 1999 ഇസ്ലാം മതം സ്വീകരിച്ചതു മുതലാണ് കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. 1965 തണുപ്പ് എന്ന ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കമലാ സുരയ്യയെ തേടിയെത്തുന്നു. 10 കഥാസമാഹാരമാണ് മാധവിക്കുട്ടിക്കായി ഉള്ളത്. 1955 ആദ്യ സമാഹാരമായ മതിലുകൾ പ്രസിദ്ധീകരിച്ചത്. അവസാന സമാഹാരമായ പ്രേമത്തിൻ്റെ വിലാപകാവ്യം എന്നത് 1971 പ്രസിദ്ധീകരിച്ചു. തൻ്റെ തൂലിക കൊണ്ട് ഒരു സ്ത്രീ തൻ്റെ മനസ്സും ശരീരവും തുറന്നെഴുതിയാൽ എന്ത് സംഭവിക്കും? അതാണ് മാധവിക്കുട്ടിയുടെ 1973 പ്രസിദ്ധീകരിച്ച ആത്മകഥയായ എൻ്റെ കഥ. ഈ കൃതി ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചു. സ്ത്രീവാദ ചിന്തകളെ ശക്തമായി മുന്നോട്ട് വെച്ച ഈ ആത്മകഥ ഒരു സ്ത്രീയുടെ ആന്തരിക ലോകത്തേക്കുള്ള ഇരുണ്ട അതേസമയം സുന്ദരമായ യാത്രയാണ്. സാർവത്രികമായി സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, പ്രണയത്തിൻ്റെ വിചിത്രമായ കലയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിലാഷങ്ങൾ എല്ലാം ഓർമ്മകളുടെ ശില്പവുമാക്കി അവൾ ഈ കൃതിയിൽ പകർത്തി. സ്ത്രീക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെന്ന് ധരിച്ചിരുന്ന സമൂഹത്തിലായിരുന്നു അനായാസകരമായി എണ്ണം പറഞ്ഞ നോവലുകൾ മാധവിക്കുട്ടി എഴുതി തീർത്തത്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വന്തമായി വിടുക, തിരിച്ചു വന്നാൽ നിങ്ങളുടേതല്ലെങ്കിൽ മറ്റാരുടെയോ എന്നത് മാധവിക്കുട്ടി എഴുതിയത് ഇന്നത്തെ കാലത്തും സഞ്ചരിക്കുന്ന ഹൃദയസ്പർശിയായ വാക്കുകളാണ്. ജീവിതം എന്നതൊരു അന്വേഷണമാണോ? നമ്മളിലെ നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള അന്വേഷണം. അതായിരിക്കാം മാധവിക്കുട്ടിയുടെ ജീവിതം. ആമി, കമല, കമലാദാസ്, മാധവി, കമലാ സുരയ്യ എന്ന പേരിലൂടെ തിരയുകയും സൃഷ്ടിക്കുകയും ചെയ്യുകയായിരുന്നു. ലാളിത്യത്തിൻ്റെയും ഗൗരവത്തിൻ്റെയും താളത്തിലൂടെ നീങ്ങുന്ന മാധവിക്കുട്ടിയുടെ ഭാഷ പൊളിച്ചെഴുത്തിൻ്റെ, സത്യാന്വേഷണത്തിൻ്റെ ഒരു പര്യായമായി മാറി. സ്വതന്ത്രമായ വ്യക്തിത്വത്തിൻ്റെയും ലജ്ജയില്ലാത്ത ആത്മാവിൻ്റെയും പ്രതീകമായി ഈ എഴുത്തുകാരി. 2009 ശാരീരികമായ വിടവാങ്ങലുണ്ടായെങ്കിലും അവളുടെ പദങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിലൊരു അലഞ്ഞു നിൽക്കുന്ന ശബ്ദമായി തുടയ്ക്കുന്നു. നിറം പിടിച്ച ഓർമ്മകൾക്കിടയിൽ ഓർമ്മിക്കേണ്ടത് മാധവിക്കുട്ടി എന്നത് ഒരൊറ്റ വ്യക്തിയല്ല, ഒരു മുന്നേറ്റം, ഒരു സന്ദേശം, ഒരൊറ്റ വാക്കുകൊണ്ട് ലോകത്തെ മറ്റാനാകും തെളിയിച്ച അതിജീവനത്തിൻ്റെ കഥയാണ്. ഓർമ്മയിൽ നിലനിൽക്കുന്ന യാതൊന്നും പൂർണ്ണമായും നമുക്ക് സൃഷ്ടിക്കാനാവില്ല. മാധവിക്കുട്ടി എന്ന അനായാസകരമായ എഴുത്തുകാരിയെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണം.